എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. എല്ലാം കീഴ്ക്കകത്തുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. മത്സരിക്കാൻ നമുക്ക്. ടൈല് എടുത്തോ. തുടങ്ങാം. റെഡി ഫോർ ദ ഹണ്ട് അല്ലേ? ഗെറ്റ് റെഡി ഫോർ എ ഹണ്ട്. അങ്ങനെയാണോ? ഓക്കെ, ഫസ്റ്റ് കിഴി തലക്കിട്ടൊരു അടി അടിച്ചിട്ട് തുടങ്ങാം. അതാണല്ലോ അതിൻ്റെ ഒരു കീഴ്വഴക്കം. വിടാമുയർച്ചി സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. മകിഴ് തിരുമേനി ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ അജിത്ത് യെസ് നായകനാവുന്ന സിനിമയാണ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അസർബൈജാൻ ആണെന്ന് തോന്നുന്നു. ലൊക്കേഷൻ അസർബൈജാനാണ്. ഓക്കെ, ഒരു ബാഗും പിടിച്ച് നടന്നു വരുന്നു. സിമ്പിൾ അടിപൊളി ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ഓവർ ആയിട്ടുള്ള സാധനങ്ങളും ഇല്ലാണ്ട് ഓവർ ആക്കിയിട്ടില്ല അല്ലേ? അതെ, വെടിപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു മാസമാണ് എന്നുള്ളത് തോന്നുന്നു. എന്താന്നുള്ളത് കണ്ടറിയാം. എന്തായാലും റിലീസ് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഫസ്റ്റ് ലുക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത കിഴി ടിക്കി ടാക്ക. രോഹിത് VS സംവിധാനം ചെയ്ത് നമ്മുടെ ആസിഫ് അലി, നസ്ലാൻ, ലുക്മാൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു മാസ് ആക്ഷൻ സിനിമയാണ് ടിക്കി ടാക്ക. വീണ്ടും തുടങ്ങാൻ പോവാണ്. അതായത് ആസിഫ് അലിക്ക് ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ചെറുതല്ല, നല്ല അത്യാവശ്യം വലിയൊരു പരിക്കായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇത് നിന്ന് പോയത്. ടിക്കി ടാക്ക വീണ്ടും തുടങ്ങുന്നു. എന്നാലും ഒരു സ്റ്റിൽ വന്നിട്ടുണ്ട്. വീണ്ടും തുടങ്ങാൻ പോവാണ്. വീണ്ടും പവറിലേക്ക് തിരിച്ചു വരട്ടെ. തിരിച്ചു വരൂ. അല്ല പിന്നെ അടുത്ത കിഴി ഗെറ്റ് സെറ്റ് ബേബി. അതങ്ങനെയല്ല പറയണ്ടേ, ഗെറ്റ് സെറ്റ് ബേബ. നല്ലതാ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളം കൊണ്ട് വരും പശു വരെ. ഓക്കെ, സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയിട്ടുണ്ട്. വിനയ് ഗോവിന്ദാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഉണ്ണി മുകുന്ദനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഗെറ്റ് സെറ്റ് ബേബ. കുഴപ്പമില്ല, എന്നാലും കഞ്ഞിവെള്ളം എങ്ങനെ തരുമല്ലോ. ചിലര് കരയുന്ന കേട്ട് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെക്കുക. കഞ്ഞിയുടെ വെള്ളം പോലും കിട്ടൂല. ഓക്കെ, അടുത്ത കിഴി ഇന്ത്യൻ 2. സാക്ഷാൽ കമൽ ഹാസൻ നായകനായി വരുന്ന ശങ്കർ മൂവി സിനിമയുടെ പുതിയ ഒരു സോങ് വരാൻ പോകുന്നുണ്ട്. കലണ്ടർ സോങ് ഇന്നാണ് വരുന്നത്. നമ്മളിത് ചെയ്യുന്നത് വരെ വന്നിട്ടില്ല. അതെ, എന്തായാലും ഇന്നാണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. സമയം കൊടുത്തിട്ടില്ല. അടുത്തത് സമയം കൊടുക്കാനും പോകുന്നില്ല. SK 24 സിനിമയിൽ SJ സൂര്യ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഡോണിന്റെ സംവിധായകൻ സിബി ചക്രവർത്തിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. രശ്മിക മന്ദാനയാണ് നായികയായിട്ട് എത്തുന്നത്. ഓക്കെ, അടുത്ത കിഴി ബിൽഡപ്പിനുള്ള സാധനം KGF 3. പോരട്ടെ. പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഉള്ള സത്യം പറയാലോ. പക്ഷെ മേക്ക് ചെയ്യുന്നത് വേറെ ആളായിരിക്കുന്നത്. എന്തായാലും പ്രശാന്ത് നീൽ എന്നുള്ള ആ ഒരു പേര്, ആ പേരിലുള്ള ആ ഒരു പ്രതീക്ഷ ഞാൻ മാറ്റി വെച്ചു. സ്ക്രിപ്റ്റാണ് പ്രശ്നം. പ്രശാന്ത് നീലിന്റെ പ്രശ്നം സ്ക്രിപ്റ്റാണ്. ഇപ്പോൾ അതായത് എല്ലാം ഒന്ന് തന്നെയാണ്. എടുത്ത് നോക്കിയാൽ മതി. ഉഗ്രം, KGF 1, KGF 3, പിന്നെ KGF 2, പിന്നെ സലാറോ. സെയിമാ, ആളുകൾ മാറുന്നുള്ളൂ, സംഗതികൾ അതായത് കുറച്ചും കൂടി ഭീകരമാക്കി വലുതാക്കുന്നുള്ളൂ. എന്ത് ചെയ്യാൻ, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇരുട്ടറയുന്നൊന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. എന്നാൽ തന്നെ നല്ല വ്യത്യാസം. അത് സംവിധായകൻ മാറുമ്പോൾ മാറിക്കോളും. അതാ പറഞ്ഞത്, ആ ഒരു മാറ്റം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് പറയാൻ പറ്റൂല കേട്ടോ. എന്തായാലും KGF 3 സ്ക്രിപ്റ്റ് റെഡിയാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രശാന്ത് നീൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടനടി എത്തും എന്നുള്ളത് ആള് തന്നെ പറഞ്ഞിരിക്കുന്നു. അടുത്തത് കൽക്കി 2898 AD സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ 415 CR. സിനിമ കണ്ടതിന് ശേഷം രജനികാന്ത് പറഞ്ഞൊരു സംഭവം. സിനിമ ഒരു എപ്പിക് മൂവിയാണ്. ഇതിന്റെ 2ാം ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യണമെന്നാണ്. കട്ട വെയിറ്റിംഗ്. ചെറിയൊരു ചാൻസ് കിട്ടിയാലോ, എന്നാ ഒരു 1.5 ട്രീറ്റ് ആയിരിക്കും. അതൊരു സത്യം. ഓക്കെ, അടുത്ത കിഴി
സ്പിരിറ്റ്. പ്രഭാസ് അണ്ണൻ്റെ അഴിഞ്ഞാട്ടം ഇനി സ്പിരിറ്റിൽ. അപ്പൊ എന്താ കൽക്കി രണ്ടാം ഭാഗം ഇല്ലേ? കൽക്കി അതിനു മുൻപ് സ്പിരിറ്റ് വരും. ഓക്കെ. അതിന് മുന്നേ വന്ന സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത് വരാൻ പോകുന്ന സിനിമയാണ് സ്പിരിറ്റ്. സ്പിരിറ്റ് സിനിമയുടെ ഒരു ഗ്ലിംസ് വീഡിയോ വരാൻ പോകുന്നുണ്ട്. ഗ്ലിംസ് വരാൻ പോകുന്നുണ്ട്. അത് വീഡിയോ ആയിട്ടല്ല, ഇതൊരു ഓഡിയോ ആയിട്ടായിരിക്കും. ഇതിൻ്റെ അനൗൺസ്മെൻ്റ് ആണെന്നുള്ളതാണ് കേട്ടത്. അതായത് ഒക്ടോബർ 23 ഇതിൻ്റെ ഈ വീഡിയോ പുറത്തു വരും. പ്രഭാസിന്റെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ 23. പ്രഭാസിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ അതിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതായത് ബാഹുബലി 2 ഒക്കെ വരുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ, പിന്നെ സാഹോ, ആ സമയങ്ങളിലൊക്കെ ഭീകരമാണ്. വരട്ടെ എന്നുള്ളൊരു, അതായത് ആളോടുള്ള ആ ഒരു വലിപ്പട്ടോ. കാരണം ആ ബാഹുബലി തന്ന ആ ഒരു വൈബ്. പിന്നീട് അത് ഇങ്ങനെ വിട്ടുപോയി ആദിപുരുഷ് വരെ എത്തിയപ്പോൾ തീർന്നിരുന്നു, കഴിഞ്ഞ്. ഇപ്പോൾ കൽക്കി വന്ന് വീണ്ടും ഏറ്റവും വലിയ, അല്ലേ, വലിയ പേര്, വലിയ നാമം. അടുത്തത് കൈദി 2. അതും വലിയ നാമം. സിനിമയുടെ ഷൂട്ട് 2025 പകുതിയോടെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. സർദാറും പിന്നെ കൈദി 29 തീർന്നു കഴിഞ്ഞാൽ ഉടൻ. ഓക്കെ, അപ്പോഴേക്കും അണ്ണനും ഫ്രീ ആവും. ലോകേഷ് അണ്ണൻ ഫ്രീ അല്ല ഇപ്പോൾ. അണ്ണൻ അപ്പോഴത്തേക്കും കൂലി ചെയ്ത് തീർത്ത് റിലീസിന് വിട്ട് കഴിഞ്ഞിട്ട് 1 മാസത്തെ റെസ്റ്റും കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങുന്നത്. അതെ. ഓക്കെ, നന്നായിട്ട് പണിയെടുത്താലേ കൂലി തരുള്ളൂ. കൂലി നന്നാവട്ടെ. ഓക്കെ, അടുത്ത കിഴി ചെക്ക് മേറ്റ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അനു മേനോൻ, ലാൽ ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമയുടെ സംവിധായകൻ, സിനിമയുടെ DOP, സിനിമയുടെ മ്യൂസിക്, സിനിമയുടെ സ്ക്രിപ്റ്റ് ഒരാളാണ്. ആരാണ്? രതീഷ് ശേഖർ. യെസ്. എന്താണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഉറുമാമ്പഴം നല്ലതാ. രക്തം തിളക്കുവോ? രക്തത്തിളപ്പ് കുറച്ച് കൂടുതൽ. രക്തം തിളക്കൂല, രക്തം ഉണ്ടാവാൻ ഏറ്റവും ഫ്രഷ് രക്തം ആണല്ലേ. പിന്നല്ലാണ്ട് നിന്റെ ഒക്കെ മറ്റേ പഴകി മണ്ണാരടങ്ങിണ്ടാവും. ഈ ഒരു നാളം മേടിച്ച് കഴിച്ചു. പക്ഷെ എന്നാലും നല്ല തിളപ്പുണ്ട്. അത് വേറെ ഒന്ന് ഒതുങ്ങാൻ എന്തെങ്കിലും അതിന് തല്ലല്ലോ. നല്ല 4 എണ്ണം കിട്ടിയ നല്ല നാടൻ തല്ലേ. ഒതുങ്ങിക്കോളും. നല്ല നാടൻ തല്ല എടുക്കാണ്ടാവോ? അത് നീ എന്തിനാണ് അവിടെ ബുദ്ധിമുട്ടുന്നത്? ഞാൻ തരാലോ കുറച്ച്. നിന്റെ നാടനൊന്നല്ല, ഇവന് നാടൻ തല്ലേ അറിഞ്ഞൂടാ. ഇവര് പോകില്ല തോന്നുന്നുണ്ട് കേട്ടോ. അവര് പോകണ്ട. പക്ഷെ ഞങ്ങൾ രണ്ടാളും കൂടിയാ നല്ല നാടൻ തല്ല് വരും. അത് നല്ലതായിരിക്കും. പിന്നെ സൂര്യ 44 സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില് വന്നിട്ടുണ്ട്, കാണാം. സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ജൂലൈ 23 നടിപ്പിൻ നായകന്റെ ബർത്ത്ഡേ അന്ന് വരും. യെസ്, തകർക്കും. ഓക്കെ, അടുത്ത കിഴി. പോന്നോട്ടെ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ വല്ലതും? ഓക്കെ, അടുത്ത കിഴി. വൈജയന്തി മൂവീസ് നിർമ്മിക്കുന്ന DQന്റെ ബിഗ് ബഡ്ജറ്റ് മൂവി വരാൻ പോകുന്നു. വലിയ കാസ്റ്റിലാണ് ഈ സിനിമ വരുന്നത് എന്നുള്ളതാണ് കേട്ടത്. എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒക്കെ നമ്മുടെ ദുൽഖറിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് വരും. അതായത് ജൂലൈ 28. യെസ്. എന്തായാലും പവൻ സത്നേനിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതായത് കൽക്കിയുടെ ടീം ദുൽഖറിനെ വെച്ച് സിനിമ ചെയ്യുന്നു. കാർത്തി 29. കാർത്തി കൂടെ തന്നെ പോകുന്നേക്കുള്ളൂ. കാർത്തി നല്ലോണ്ടല്ലോ. കാർത്തി 29 സിനിമ, 29ാമത്തെ സിനിമ തമിഴ്. കാർത്തിയുടെ കീർത്തി പറയാൻ ഇന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നിന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും കാർത്തിന്റെ സിനിമ 29ാമത്തെ സിനിമ ഡയറക്ട് ചെയ്യുന്നത് തമിഴ് ആണ്. യെസ്. ഡ്രീം വാരിയർ പിക്ചേഴ്സ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒക്ടോബറിൽ സിനിമയുടെ ഷൂട്ട് തുടങ്ങും. എന്ത് കറക്റ്റ് വ്യക്തവും ശക്തവുമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് എനിക്കിഷ്ടമായി. ഓക്കെ, അടുത്ത കിഴി. സർദാർ 2. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കാർത്തിയുടെ കീർത്തി പറയാൻ എന്നെയും നിയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സർദാർ 2 ജൂലൈയിലാണ് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്.
ചെന്നൈയിൽ വെച്ചിട്ടാണ്. ചെന്നൈയിൽ ഒരു വലിയ ഒരു പടുകൂറ്റൻ സെറ്റ് ഒരുക്കി വെച്ചിട്ട് അതിലാണ് ഷൂട്ട് എന്നുള്ളതാണ് കേട്ടത് ഫസ്റ്റ് ഷെഡ്യൂൾ. അതിനുശേഷം പലയിടങ്ങളിൽ പല രാജ്യങ്ങളിൽ ഇത് ഷൂട്ടുണ്ട്. എന്തായാലും ചിത്രത്തിൽ അഷിക രംഗനാഥ് ഒരു പ്രധാന വേഷത്തിൽ എത്തും എന്നുള്ളതാണ് കേട്ടത്. അവന്റെ ഒരു സമാധാനം തരുന്നില്ല. അയ്യോ അടുത്ത കിഴി. അതെ, കാർത്തിന്റെ കീർത്തി മാത്രല്ല നല്ല കീർത്തനം ചൊല്ലാനും അറിയാം. അത് നല്ല ശ്രുതി തെറ്റാതെ. ഒരു ഒറ്റ കുട്ടി അവിടെ വാങ്ങണില്ല, എന്നിട്ട് അവിടെ തന്നെ നിന്ന്. അടുത്ത കിഴി പറ. നമ്മളെ മുത്തുമണി പാൻ ഇന്ത്യൻ സിനിമ പാൻ ഇന്ത്യൻ നായിക കമ്പോണ്. ആരാണ്? അനാർക്കലി മരക്കാർ. അനാറുണ്ടോ? അനാറുണ്ട് പറഞ്ഞായിരുന്നു. അനാർക്കലി മരക്കാറുണ്ട്. ഗഗനാചാരി സിനിമ പാൻ ഇന്ത്യൻ റിലീസ് ജൂലൈ 5-ന്. ഓക്കെ, ജെമിനി ഫിലിം സർക്യൂട്ടാണ് റിലീസിന് എത്തിക്കുന്നത്. ഓക്കെ, 5 ഭാഷകളിൽ വരുന്നുണ്ട്. അപ്പം അനാർക്കലി ഇല്ലെങ്കിൽ കൊടുത്തൂടാ. എന്താണ് കസൂർ പാടുണ്ടോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ ആരോട് ചോദിക്കണം? എന്നോട് ചോദിക്കണം. ആദ്യം അറിയുന്നത് ഉറുമാമ്പഴം അറിയാം, മാമ്പഴം അറിയാം. പഴം, ബനാന, അതെന്താ ചപ്പാത്തിയോ? നിർത്തി. മനസ്സിലായി. നമ്മുടെ വീഡിയോ കഴിഞ്ഞു, ഇനി ശല്യം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി, നിർത്തി. അല്ല കസ്തൂറോ? കസൂർ എന്നാ പറയുന്നത്. അതെന്താ സാധനം? ഞങ്ങൾക്ക് അറിയില്ല. അതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അത് കമന്റ് ഇടാനും പറ്റില്ല. കമന്റ് ഇടാൻ പറ്റില്ല. പേഴ്സണലി വന്നിട്ട് ഒരു ആ ഫോട്ടോ കാണിച്ചു. വേണ്ട, കസൂർ അല്ലേ കണ്ടില്ല. വേണ്ട, അവിടെ ഇരുന്നോട്ടെ. ഞങ്ങൾക്ക് അറിയണ്ട. ടൈപ്പ് ചെയ്താണെങ്കിൽ വേണമെങ്കിൽ ഓക്കെ. എന്നാ ശരി, ഞങ്ങൾ പോവാ. ഇന്നത്തെ എപ്പിസോഡും ഫ്രൂട്ട്സ് സാരം കൊണ്ടുപോയി. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. ബൈ.